ശ്രീ കെ സോമൻ, ഇവിടെ കോൺഗ്രസ് സ്പോയിലറായി എന്നുള്ളത് നിങ്ങൾക്ക് അംഗീകരിക്കാതിരിക്കാൻ കഴിയില്ല. എന്തുകൊണ്ട് ബി ജെ പിക്ക് ഇത്രയും വലിയൊരു വിജയം നേടാൻ കഴിഞ്ഞു എന്ന് ചോദിച്ചാൽ ഈ ഇന്ത്യ സഖ്യത്തിലെ വിള്ളൽ തന്നെയാണെന്ന് നമുക്ക് ഒറ്റനോട്ടത്തിൽ പറയേണ്ടി വരും. ഇപ്പോൾ ന്യൂഡൽഹി മണ്ഡലത്തിൻ്റെ കാര്യം തന്നെ എടുക്കൂ. കോൺഗ്രസ് സ്ഥാനാർത്ഥി ഇല്ലായിരുന്നുവെങ്കിൽ അവിടെ കെജ്രിവാൾ ജയിച്ചേനെ. സഖ്യം വേണ്ട എന്നുള്ള തീരുമാനം തന്നെയാണ് അവിടെ ബി ജെ പിയുടെ വിജയത്തിൽ നിർണായകമായത്. അപ്പോൾ നിങ്ങൾക്ക് കാര്യമായ പണിയൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾ ആദ്യഘട്ടത്തിൽ എന്ത് ചെയ്തു? ഈ ഫ്രീ ബീസ് പൊളിറ്റിക്സ് ഉണ്ടല്ലോ, നേരത്തെ കൊടുത്തുകൊണ്ടിരിക്കുന്ന സൗജന്യ സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ തുടരും എന്ന ഒറ്റ വാക്ക്. എന്ന് വെച്ചാൽ ഏതൊക്കെയാണ് സൗജന്യ വാഗ്ദാനങ്ങൾ എന്ന് ചേർക്കേണ്ടി പോലും വന്നിട്ടില്ല. ആം ആദ്മി പാർട്ടി കൊടുത്തുകൊണ്ടിരിക്കുന്ന സൗജന്യ സേവനങ്ങളെല്ലാം തുടരും. പുറമെ മുഴുവൻ സ്ത്രീകളുടെയും അക്കൗണ്ടിലേക്ക് 2500 രൂപ ഇടും. ഓർക്കണം, ഈ ഫ്രീ ബീസ് പൊളിറ്റിക്സിനെതിരെ നിലകൊണ്ടിരുന്ന ഒരു പാർട്ടിയാണെന്ന് ഓർക്കണം. പിന്നെ നിങ്ങൾക്ക് വലിയ വിയർപ്പൊഴുക്കേണ്ടി വന്നില്ല എന്ന് പറയാൻ കാരണം എ പിയും കോൺഗ്രസും തമ്മിലടിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായ ഒരു വിജയം അവിടെ ഉണ്ടാകും എന്നും നിങ്ങൾ കണക്കുകൂട്ടി. ഞാൻ ആദ്യം സൂചിപ്പിച്ചത് തന്നെയാണ് അങ്ങ് വീണ്ടും പറഞ്ഞു വെക്കുന്നത്. ഞങ്ങൾ പണിയെടുക്കാതെ ഞങ്ങൾക്ക് എങ്ങനെയാണ് 27ാമത്തെ വർഷം ഈ വിജയം നേടാൻ സാധിക്കുക? എന്താണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ജയിക്കാൻ സാധിക്കാതെ പോയത്? ഞങ്ങൾ പഴുതടച്ച് പരിശ്രമിച്ചിട്ടുണ്ടെന്നേ. നമ്മൾ ഈ ചർച്ച ചെയ്യുന്നത് കേരളത്തിൽ മലയാളി ഭൂരിപക്ഷ മേഖലകളിൽ ആരാണ് ജയിച്ചതെന്ന് നോക്കൂ. ആ ഇന്ത്യ സഖ്യത്തെ സ്ട്രോങ് ആക്കുക എന്നുള്ളത് ബി ജെ പിയുടെ പണിയല്ലെന്നേ. ബി ജെ പിയുടെ പണി ബി ജെ പി വിജയിക്കാൻ ആവശ്യമായിട്ടുള്ള രാഷ്ട്രീയം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നോക്കൂ, ഇവിടെ വോട്ടർ പട്ടികയിൽ പേര് തള്ളുന്നതിനെ സംബന്ധിച്ച് പരിതപിക്കുകയാണ് എ പിയുടെ പ്രതിനിധി. എന്താണ് നമ്മുടെ നാട്ടിൽ അതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രക്രിയ? എന്താണ്? ബൂത്ത് ലെവൽ ഓഫീസറല്ലേ അതിന്റെ പരമാധികാരി? എന്താണ് അപ്പ പരാതി ഉണ്ടോ? ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി വോട്ടർ പട്ടികയിൽ പേര് ചേർത്തതിനെ സംബന്ധിച്ച് പരാതിപ്പെടുകയാണ്. ഇവർക്ക് ബൂത്തിൽ ആളില്ല, ബൂത്ത് ലെവൽ ഏജന്റുമാരില്ല, പ്രവർത്തകന്മാരില്ല. ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നുണ്ട്. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നുണ്ട്, ചേർക്കുന്ന ആളുകളെ കൊണ്ടുപോയി വോട്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്, അത് ജയിക്കുന്നുണ്ട്. ദയവായി നിങ്ങളെല്ലാവരും കൂടി ചേർന്നിട്ട് വോട്ടിംഗ് മെഷീനെ തൂക്കിക്കൊല്ലാൻ വേണ്ടി വിധിക്കരുത് ഡൽഹി ഇലക്ഷന്റെ പശ്ചാത്തലത്തിൽ. കാരണം അത് നമുക്ക് ബീഹാറിൽ ആവശ്യമുണ്ട്. വോട്ടിംഗ് മെഷീനെ തൂക്കിക്കൊല്ലാൻ വേണ്ടി ശ്രമിക്കരുത്. ബി ജെ പി ജയിച്ചു കഴിഞ്ഞാൽ ആ ജനാധിപത്യ പ്രക്രിയയിലൂടെ ജനങ്ങൾ നൽകിയ ഒരു അംഗീകാരമാണെന്നെങ്കിലും സമ്മതിക്കുന്നേ. ജനവിധിയെ പരിഹസിക്കാതിരിക്കൂ. പരാജയത്തിൽ നിന്ന് പാഠം പഠിക്കൂ. തിരുത്താൻ വേണ്ടി ശ്രമിക്കൂ. നാടിന്റെ സാഹചര്യം പഠിക്കൂ. യമുനയിൽ വിഷം കലർത്തി എന്ന് പറഞ്ഞ ആളുകൾക്ക് ഒന്നാന്തരം